എന്തൊരു ട്രാഫിക്! എൻ്റെ അമ്മ, എത്ര നേരം കൊണ്ട് ഇവിടെ നിന്ന് കറങ്ങുക. വല്ലാത്തൊരു ട്രാഫിക്കാണ് ഇവിടെ. വണ്ടികളൊന്നും അനങ്ങത്തു പോലും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് കുറേ എണ്ണം ഇങ്ങനെ കുത്തിക്കയറ്റിക്കൊണ്ട് വരും. അയ്യോ, ഇപ്പോൾ ഒരു 2 മണിക്കൂറായി കാണും ഈ ബ്ലോക്കിലെ ട്രാഫിക്കാണ്. ഇതിനകത്ത് ഇങ്ങനെ പെട്ട് കിടക്കുക. പിന്നെ വണ്ടി കാണുന്നത് വണ്ടിയുടെ 2 സൈഡിലും ബോക്സൊക്കെ ഉള്ളതുകൊണ്ട് അധികം അവർ അടുപ്പിച്ചോണ്ട് വരത്തില്ല. എന്തായാലും ഇതെപ്പോൾ കഴിയുമെന്ന് ഒരു പിടുത്തവും ഇല്ല. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുകിടന്നപ്പോഴും മനസ്സിൽ ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയുടെ വാഗാതിർത്തി സന്ദർശിക്കണം. അയൽ രാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയെ വേർതിരിക്കുന്ന അതിർത്തി കാണണം. അതിനുവേണ്ടി ഞാൻ തലേദിവസം തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുകിടന്നപ്പോഴും മനസ്സിൽ ഭയങ്കര ഒരു എപ്പോൾ എത്തും പഞ്ചാബിൽ അമൃത്സറിൽ എപ്പോൾ എത്തും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഒരുവിധം ട്രാഫിക് ബ്ലോക്കുകളിൽ നിന്നെല്ലാം മാറി നേരെ അമൃത്സറിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ. അങ്ങനെ ഒരുവിധം ഏകദേശം ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഹോട്ടലിൻ്റെ പേര് ആപ്പിൾ ട്രീ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. വളരെ നല്ല ഒരു ഹോട്ടൽ തന്നെയാണ്. കാരണം നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന സമയം മുതൽ നമ്മൾ വെക്കേറ്റ് ചെയ്യുന്ന ആ സമയം വരെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കുറവ് പോലും ഉണ്ടാകാതെ ഇവിടെയുള്ള സ്റ്റാഫുകൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. അങ്ങനെ അവരോട് കാര്യം പറഞ്ഞതിന് ശേഷം അവരെനിക്കൊരു ഓട്ടോ അറേഞ്ച് ചെയ്തു തന്നു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോറിക്ഷക്കാരൻ വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായി എൻ്റെ കാര്യങ്ങൾ. അദ്ദേഹം എന്നെയും കൊണ്ട് അമൃത്സറിലെ വാഗാ അതിർത്തി കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. പോകുന്ന വഴിയിലാണ് അദ്ദേഹം എന്നെ ഖൽസ കോളേജ് കാണിച്ചു തന്നത്. അമൃത്സറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് അട്ടാരി വാഗാ അതിർത്തിയിലാണ്. ഇത് പോകുന്ന വഴിയിൽ തന്നെയാണ് വാർ മെമ്മോറിയലും മ്യൂസിയവും അദ്ദേഹം എന്നെ കാണിച്ചു തന്നത്. വഴിയിൽ സന്ദർശിക്കേണ്ട മറ്റൊരു മനോഹരമായ സ്ഥലമാണ് ഇവിടുത്തെ പഞ്ചാബിൻ്റെ മ്യൂസിയം എന്ന് പറയുന്നത്. പഞ്ചാബിൻ്റെ സമ്പന്നമായ ചരിത്രവും വിവിധ യുദ്ധങ്ങളിൽ പങ്കെടുത്ത പഞ്ചാബിൻ്റെ ധീരഹൃദയങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. ഗാലറിയിൽ നിരവധി ചിത്രീകരണങ്ങളും പുരാവസ്തുക്കളും ആയുധങ്ങളും അടങ്ങിയിട്ടുണ്ട്. പിന്നെ ലോകത്തിലെ ഏറ്റവും നീളമുള്ള വാള്, അതായത് 45 മീറ്റർ ഉയരമുള്ള വാൾ, സ്റ്റീലിൻ്റെ വാള് ഇവിടെയാണ്, ഈ മ്യൂസിയത്തിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ മ്യൂസിയത്തിലെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഇവിടുത്തെ മ്യൂസിയം കണ്ടതിന് ശേഷം നേരെ വാഗാ അതിർത്തിയിലേക്ക് ഗ്രാൻഡ് ട്രങ്ക് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്തായിട്ടാണ് വാഗാ അതിർത്തി. പാകിസ്ഥാനിലെ ലാഹോറിലേക്കുള്ള വഴിയിലുള്ള ഒരു ഗ്രാമമാണ് വാഗ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ അട്ടാരി ഗ്രാമത്തിനടുത്തുള്ള അമൃത്സറിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയായിട്ടാണ് പാകിസ്ഥാനുമായിട്ടുള്ള വാഗാ അതിർത്തി. ഓരോ രാജ്യസ്നേഹിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ചടങ്ങായ വാഗാ അട്ടാരി ബോർഡർ സെറിമണിയെക്കുറിച്ചുള്ള പ്രത്യേകതകളാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നാം കാണാൻ പോകുന്നത്. അങ്ങനെ വാഗാ അതിർത്തിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് നമ്മൾ നടക്കണം. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു മൊബൈലിലാണെങ്കിൽ മൊബൈലിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രിൻ്റ് കയ്യിലുണ്ടെങ്കിൽ അതും, നമ്മുടെ ഒരു തിരിച്ചറിയൽ കാർഡും ഇവിടെ കൗണ്ടറിൽ കാണിക്കണം. അവർ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മളെ അകത്തേക്ക് വിടും. അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് 2 സൈഡിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായിട്ടുള്ള ചെക്കിംഗ് ഉണ്ട്. ആ ചെക്കിങ്ങോടെ കഴിഞ്ഞിട്ടാണ് നമ്മളെ അകത്തേക്ക് കയറ്റി വിടുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടങ്ങളിലെ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ ചെന്ന് കയറുന്നത്. കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഇവിടെയെല്ലാം ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് ഈ ഗാലറി നിറയും. വാഗാ ബോർഡർ ടൂറിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ബീറ്റിംഗ് റിട്രീറ്റ് ആണ്. അതായത് ബീറ്റിംഗ് റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ
ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും സൈനികർ തമ്മിലുള്ള നൃത്ത പരേഡാണ് ഈ ബീറ്റിംഗ് റിട്രീറ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ പാട്ടുകളും നൃത്തവും ഉച്ചത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും അവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദേശസ്നേഹം കൊണ്ട് നിറയ്ക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. ഏകദേശം 40-45 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടിയാണ് വാഗ ബോർഡർ പരേഡ് ചടങ്ങ്. പരേഡോടെയാണ് പരിപാടി ആരംഭിക്കുന്നത്. ഇത് ഇരു രാജ്യങ്ങളിലെയും സൈനികരാണ് നിർവഹിക്കുന്നത്. ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും പാകിസ്ഥാൻ റേഞ്ചേഴ്സും. കാലുകൾ പരമാവധി ഉയർത്തിയാണ് പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ദിവസവും വാഗ ബോർഡർ മാർച്ച് പാസ്റ്റിനുള്ള സൈനികരെ ശ്രദ്ധാപൂർവമാണ് തിരഞ്ഞെടുക്കുന്നത്. ബീറ്റിംഗ് റിട്രീറ്റിനായിട്ട് ഈ ഒരു ചടങ്ങിനായിട്ട് ഇവർ പ്രത്യേകം പരിശീലിപ്പിക്കപ്പെടുന്നു. പരിപാടിക്ക് മുമ്പായിട്ട് സ്ത്രീകളും കുട്ടികളും ദേശഭക്തി ഗാനങ്ങൾക്കൊപ്പം നൃത്തം ചെയ്യുന്നു. ഇത് അവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലും ദേശീയ ആവേശം വർദ്ധിപ്പിക്കും. ദേശസ്നേഹത്തിൻ്റെ ആർപ്പുവിളികൾ മുതൽ സൈന്യത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ പ്രദർശനം വരെ വാഗ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് ഒരു സംഭവം തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പരിപാടി കൂടിയാണ് വാഗയിലെ ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. ജയ് ഹിന്ദ്, വന്ദേ മാതരം, ഹിന്ദുസ്ഥാൻ എന്നീ ഉച്ചത്തിലുള്ള വിളികൾ കൊണ്ട് ദേശസ്നേഹം ഉച്ചസ്ഥായിയിലെത്തുന്ന ചില സന്ദർഭങ്ങളും ഇവിടെ ഉണ്ടാകാറുണ്ട്. ഓരോ ഇന്ത്യക്കാരൻ്റെയും ദേശസ്നേഹം വ്യക്തമാകുന്ന ഒരു സ്ഥലമാണ് ഈ വാഗ ബോർഡർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ നമ്മുടെ ഈ ഞരമ്പുകളിലൂടെയൊക്കെ ഓടുന്ന രക്തമുണ്ടല്ലോ, തിളച്ചും മറിയും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ കാണുന്ന ഈ വാഗ ബോർഡറിലെ പരിപാടി എന്ന് പറയുന്നത്. അവിടുത്തെ ചില ദൃശ്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇരുവശത്തുമുള്ള സൈനികർ തമ്മിലുള്ള ഹ്രസ്വമായ ഹസ്തദാനത്തോടെയാണ് ഈ ചടങ്ങ് അവസാനിക്കുന്നത്. തുടർന്ന് ഗേറ്റ് അങ്ങനെ അതിർത്തി സൂര്യോദയം വരെ ഔപചാരികമായി അടച്ചിടും.
ദേശീയഗാനം ആലപിക്കാനും സൈന്യത്തെ അഭിനന്ദിക്കാനും ആളുകൾ അവരുടെ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കാറുണ്ട്. പരിസ്ഥിതിയിൽ നിറയുന്ന അഭിമാനബോധം നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അനുഭവപ്പെടും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. കാരണം ഇവിടെ കയറുന്ന സമയം മുതൽ വാഗാ ബോർഡറിൻ്റെ അതിർത്തി കടന്ന് നമ്മൾ ഈ പരിപാടി കാണുന്ന സമയം മുതൽ ഇത് അവസാനിക്കുന്ന സമയം വരെ ദേശസ്നേഹത്തിൻ്റെ ഉച്ചസ്ഥായിലാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്നുള്ളത് ഈ പരിപാടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട, ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട ഒരു ചടങ്ങ് തന്നെയാണ് വാഗാ അതിർത്തിയിലെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഒരിക്കലും ജീവിതത്തിൽ മിസ്സാക്കരുത്.
दर्शकों के सामने आप सभी दर्शकों से निवेदन है, कृपया राष्ट्रीय ध्वज उतारते समय ध्वज के सम्मान में अपने अपने स्थान पर खड़े हो जाए। साथ ही इस दौरान शांति बनाए रखे व किसी भी नारे आदि का प्रयोग ना करें। वे दर्शक जो वर्दी में है उनसे निवेदन है, कृपया राष्ट्रीय ध्वज को सैल्यूट दें। अब आप मेरे साथ 3 बार हिंदुस्तान जिंदाबाद का नारा लगाएंगे। हिंदुस्तान। വാഗ അതിർത്തിയിലെ ഈ ചടങ്ങുകൾ കണ്ടതിന് ശേഷം ഞാൻ നേരെ പോയത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. സുവർണ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അകത്ത് വീഡിയോഗ്രാഫി അനുവദനീയമല്ല, ഫോട്ടോ മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ നമ്മൾ വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് മേടിച്ച് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ധാരാളം ആളുകൾ അവിടെ നിൽപ്പുണ്ട്. എന്നാൽ തന്നെ ഞാൻ ഇത്രയും ദൂരം വന്നതല്ലേ, എന്തെങ്കിലും ഒരു റീൽസിനെങ്കിലും വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡുള്ളൊരു വീഡിയോ ഞാൻ അങ്ങ് എടുത്തു, രണ്ടും കൽപ്പിച്ച്. എന്തായാലും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പോൾ അതും കൂടെ ഈ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ ഈ ഒരു റീൽസും കൂടെ ഞാനിവിടെ ഇടുകയാണ്. അമൃത്സറിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാഴ്ച, വാഗ അതിർത്തിയിലെ കാഴ്ചകൾ കണ്ട് ലേ ലഡാക്കിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇനിയും
ഇവിടെ നിന്ന് ഇനിയും പോകുന്നത് ഉധംപൂർ, ജമ്മു കാശ്മീർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ദേശസ്നേഹത്തിൻ്റെ പാരമ്പര്യം തുളുമ്പുന്ന ഈ പഞ്ചാബിൻ്റെ ഈ മണ്ണിൽ നിന്ന് നേരെ പോകുന്നത് ജമ്മു കാശ്മീരിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഇനിയുള്ള തുടർന്നു വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ് വിത്ത് നാവിഗേറ്റർ ബ്രോ. താങ്ക് യു.